ഇന്ന് നമ്മളിങ്ങനെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നടക്കുന്ന അക്രമങ്ങൾ. അതോടൊപ്പം തന്നെ മോദിജി മുൻ വർഷങ്ങളിലൊക്കെ അദ്ദേഹം കത്തോലിക് ബിഷപ്പുമാരെയൊക്കെ വിളിച്ചിട്ട് ക്രിസ്മസ് വിരുന്ന് നടത്തുകയും അതുപോലെ കത്തോലിക് ചർച്ചിൽ പോവുകയും ചെയ്താണെങ്കിൽ ഇപ്രാവശ്യം തികച്ചും വേറിട്ട രീതിയിൽ ഒരു പൂർണ്ണമായ ഒരു ചർച്ച് ആംഗ്ലിക് ചർച്ച് ഇവന്റിൽ പങ്കെടുക്കുക, അവിടെ പ്രയറിൽ പങ്കെടുക്കുക, ഇവന്റിൽ പങ്കെടുക്കുക എന്നല്ല, അപ്പുറത്ത് പ്രയറിൽ പങ്കെടുക്കുക, ബൈബിള് കയ്യിൽ വാങ്ങിക്കുക, അവിടെ പ്രാർത്ഥിക്കുക, ആശീർവാദം സ്വീകരിക്കുക. ഇതിന്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു തരത്തിലൊക്കെയുള്ള ചില അപകടകരമായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ വേറെ ഭാഗത്ത് നടക്കുന്നു. സാറിന് എന്ത് തോന്നുന്നു ഇതെല്ലാം കാണുമ്പോൾ? ഞാൻ ഒരു കാര്യം പറയാം. ഈ ചർച്ച് ഓഫ് റിഡംഷൻ, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ, ആംഗ്ലിക്കൻ ചർച്ചിൽ പോയത് ഡെലിബറേറ്റ് ആയിട്ടാണ്. അതേപോലെ തന്നെ ബൈബിള് വാങ്ങുന്നു, ഹിന്ദി ബൈബിള് വാങ്ങുന്നു, അതേപോലെ തന്നെ ബൈബിളിൽ ചുംബിക്കുന്നു, വർഷിപ്പിൽ പങ്കെടുക്കുന്നു. ഞാനൊരു കാര്യം ഇതായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പം അത് വരാനുള്ള ദിവസങ്ങൾ അത് മനസ്സിലാവും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം, മണിപ്പൂർ അതേപോലത്തെ ഇന്ത്യയിൽ എല്ലായിടത്തും, അതായത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലില്ല, ബാക്കി നോർത്ത് ഇന്ത്യയിൽ മുഴുവനും പ്രശ്നങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് പെൻഡക്കോസ്റ്റ് ചർച്ചുകളിലാണ്. പിന്നീട് അവസാന 2-3 ദിവസങ്ങൾ നമ്മൾ കണ്ടു. അതായത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം നടക്കുമോ എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ സംഭവങ്ങൾ മാറി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് പെൻഡക്കോസ്റ്റ് വിഭാഗക്കാരാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇതെല്ലാം ലോകത്ത് മുഴുവൻ ഇത് വൈറലായി. ഇന്ത്യ നടന്ന ഈ സംഭവം, അതായത് കണ്ണ് കാണാത്ത ഒരു കാര്യം മനസ്സിലാക്കണം. ന്യൂയോർക്ക് ടൈംസ് അടുപ്പിച്ച് 5 ദിവസം RSSനെ പറ്റി ഫീച്ചേഴ്സ് തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് റൈറ്റ് വിങ് ഫാസിസം, എന്താണ് അവരുടെ ഉദ്ദേശം, എന്താണ് മോദിയുടെ ഉദ്ദേശം. മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് ന്യൂയോർക്ക് ടൈംസ്. അതിനൊരു പാരമ്പര്യമുണ്ട്. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ചെറുപ്പത്തിൽ ബിസിനസ്സുകാരനായിട്ടിരുന്ന സമയത്ത് അയാൾ അന്ന് റൈറ്റ് വിങ് പൊളിറ്റിക്സ് അയാൾ ഏറ്റവും കൂടുതൽ വായിക്കുകയും പരസ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ന്യൂയോർക്ക് ടൈംസിലാണ്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആണ് ന്യൂയോർക്ക് ടൈംസ്. അല്ലാതെ ഇവിടുത്തെ സംഘപരിവാർ പറയുന്നത് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ഓർഗനൈസറും കേരളത്തിലെ ജനം TV, ജന്മഭൂമി അല്ല. ഇത് ഈ ഇന്ത്യയിലെ ഒരു പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ആസ് എ ജേർണലിസ്റ്റ്, അതൊരു ഗ്ലോബൽ മീഡിയ, അതായത് ഗ്ലോബലായിട്ട് ജനങ്ങൾ സത്യമാണെന്ന് പറയത്തില്ല. കാരണം എനിക്കറിയാവുന്ന വസ്തുത ഇതാണ്. കാരണം ഇന്ത്യയിലെല്ലാം വളച്ചൊടിച്ച് ആർക്കാണ്, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി. കാരണം നമുക്കൊരു സത്യസന്ധമായിട്ടൊരു വാർത്താ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ, ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അത് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഇന്ത്യൻ മീഡിയയ്ക്കില്ല. ഉറപ്പായിട്ടും NDTVയിലെ പ്രണോയ് റോയ് അത് കൊണ്ടുവന്നു. അത് പിന്നെ NDTV അവസാനം അവർക്ക് സാമ്പത്തികം ഇല്ലാതായി, മറ്റു പല പ്രശ്നങ്ങളില്ലാതായി, അതങ്ങ് പോയി. അപ്പം ഇവിടുത്തെ ഒരു ജേർണലിസം സ്വഭാവം ഗ്ലോബലായിട്ട്, അതായത് ഡിസിഷൻ മേക്കേഴ്സ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ന്യൂയോർക്ക് ടൈംസ്, ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസ് ആണ് മോദിയെ ഒരു പ്രാവശ്യം വലിയ സംഭവമായിട്ട് ഗ്ലോബൽ താരമായിട്ടൊക്കെ അവതരിപ്പിച്ചത്. അല്ലാതെ ഇന്ത്യൻ മീഡിയ ഒന്നും പറഞ്ഞത് ആൾക്കാരൊന്നും അംഗീകരിക്കത്തൊന്നുമില്ല. ഗ്ലോബൽ മീഡിയ തന്നെ പറയണം, ഗ്ലോബൽ ന്യൂസ് ഏജൻസികൾ തന്നെ പറയണം. ഇന്ത്യയിലെ PTI പറയുന്നത്, റോയിറ്റേഴ്സ് പറയുന്നത്, അസോസിയേറ്റഡ് പ്രസ് പറയുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. PTIക്ക് അത്രയേ ഉള്ളൂ, ആ ഒരു ലെവലേ ഉള്ളൂ. പിന്നെ മേപ്പോട്ട് കയറാൻ പറ്റുന്നില്ല. PTI കൊടുക്കുന്ന പല ന്യൂസ് ഏജൻസികൾ കൊടുക്കുന്ന സംഭവങ്ങൾ തന്നെ പിന്നെ അവരവരുടെ റിപ്പോർട്ടേഴ്സിനെ വെച്ചിട്ട് പിന്നെ അത് വെരിഫൈ ചെയ്യും.
കാരണം ഇവിടെ ഡൽഹിയിലെ ന്യൂയോർക്ക് ടൈംസിന് വലിയ ഓഫീസും വലിയ പരിപാടികളൊക്കെ ഉണ്ട്, ചെറിയ സംഭവമൊന്നും അല്ല. ഗ്ലോബലായിട്ട് അത്രമാത്രം റെക്കഗ്നൈസ്ഡ് ആണ് ഈ സംഭവം. അപ്പം അവര് അടുപ്പിച്ച് 4 ദിവസം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ RSSനെ പറ്റി എഴുതുമ്പോൾ മനസ്സിലാക്കണം, ഇതേ RSS അമേരിക്കയിൽ പോയി ഒരു ഏജൻസിയെ കണ്ട് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്രയോ മില്യന്റെ കോൺട്രാക്റ്റ് ആണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. പി ആർ വർക്ക്, കാരണം ലോബിയും PR വർക്ക്, അവരുടെ പേര് മാറ്റിയെടുക്കാൻ വേണ്ടി. ആ ഒരു സന്ദർഭത്തിലാണ് ന്യൂയോർക്ക് ടൈംസ്, അതേപോലെ വാഷിങ്ടൺ പോസ്റ്റ്, ദ ടെലഗ്രാഫ്, UK എന്ന് വരുന്നത് ദ ഗാർഡിയൻ, അതേപോലെ പൊളിറ്റിക്കോ, ദ എക്കണോമിസ്റ്റ്, ഇവരെല്ലാം ഈ പറയുന്ന മോദിയെയും അതേപോലെ ഇന്ത്യ ഭരിക്കുന്ന BJP, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതേപോലെ ഗ്ലോബൽ മീഡിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഈ പറയുന്ന RSSനെയും BJPയെയും ഇതേപോലെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ആ രീതിയിൽ സംഭവത്തിന്റെ പിച്ച് മാറി. കാരണം ആദ്യം നീ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ന് വളരെ ഡിജിറ്റലൈസ്ഡ് ആണ് ഈ സംഭവം. ഒരു വീഡിയോ ഇവർ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയെ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടൊക്കെയാണ് പോകുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇത്തരം വീഡിയോകൾക്ക് ക്രെഡിബിലിറ്റി കൂടുന്നത് ഈ ആക്രമിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതെ, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. ഈ ആക്രമിക്കുന്ന ആളുകൾ തന്നെ അവരുടെ മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ അത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പൊ അതിന് ഒതന്റിസിറ്റി കൂടുകയാണ്. കാരണം ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ ഈ പറയുന്ന പോലെ വലിയ സമയമൊന്നും എടുക്കത്തില്ല. ആരാ, ഏത് ഓർഗനൈസേഷൻ, അവരുടെ പഴയ ചരിത്രകാല സംഭവങ്ങളൊക്കെ. കാരണം ഇതൊക്കെ അമേരിക്കൻ പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എവിടുന്നാണ് ഇത് അപ്ലോഡ് ചെയ്ത്, ആരാണ് ചെയ്തത്? കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്കാൻ ചെയ്യാൻ അവരുടെ സെക്യൂരിറ്റി പർപ്പസുമായിട്ട് അവർക്ക് ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഗ്ലോബലായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ, നരേന്ദ്രമോദി ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ചർച്ചയിൽ പോയിരിക്കുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ. ട്രംപ് പക്ക പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസ്റ്റ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഭരിക്കുന്നത് ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. അവരിതിനകത്ത് 1% കോംപ്രമൈസ് ചെയ്യത്തില്ല. മോദിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നതിന്റെ പേരിൽ മാത്രമാണ് ട്രംപ് ഇളവ് കൊടുത്തത്. മണിപ്പൂർ ഇഷ്യൂ ആണെങ്കിലും മറ്റു പല ഇഷ്യൂ ആണെങ്കിലും ഇനി അയാളത് കോംപ്രമൈസ് ചെയ്യത്തില്ല. മോഡിയായിട്ട് ആ ബന്ധമൊന്നുമില്ല. ഇന്ത്യയിലെ ആൾക്കാരും അവര് ആന്റി ക്രിസ്ത്യൻ എന്നുള്ള സ്റ്റാമ്പ് വരാനുള്ള ദിവസങ്ങളിൽ ട്രംപിന്റെ വായിന്ന് തന്നെ വീഴും. കാരണം ആ രീതിയിലാണ് അയാൾക്ക് ഫീഡിങ് കിട്ടിയിരിക്കുന്നത്, ബ്രീഫിങ് കിട്ടി. കാരണം ഞാൻ ഒക്കെ ഇവിടെ ഇപ്പോ ഇന്ത്യയില് ഈ പറയുന്ന വിവിധ ജാതി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗോരക്ഷാ സമിതികൾ, ഇവരെല്ലാം അവരുടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു വോട്ട് നേട്ടത്തിന് വേണ്ടിയിട്ട് BJP അല്ലെങ്കിൽ RSS കൃത്യമായിട്ട് അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചു. അപ്പൊ എനിക്കൊന്ന് ഈ അയോധ്യയിലെ രാമക്ഷേത്രം വരെ അവർക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇന്ത്യയില് ഹിന്ദുത്വം എന്ന് പറയുന്നത്, നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ഹിന്ദുത്വം പറയുന്നത് അയോധ്യ ടെമ്പിൾ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് അത്തരത്തിലുള്ള ഒരു പ്രോജക്ട് മുമ്പോട്ട് വെക്കാൻ പറ്റാത്തതാണോ ഈ പറയുന്നത് വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടൊക്കെ ഇങ്ങനെ ആക്രമണം വരാനുള്ളത്? എന്താണ് ഇതിന്റെ ഒരു കാരണം? എന്താണ് കാരണം നമുക്കറിയാം, ഇത് എഴുതി വെച്ചിട്ട് കുറെ കാലമായി. ഞാൻ പറയട്ടെ, ഈ അയോധ്യ മൂവ്മെന്റ് അത് എത്ര വർഷം കൊണ്ട് തുടങ്ങിയ ഒരു മൂവ്മെന്റാ. അത് ലോകത്തിൽ നടന്ന ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആണ് അയോധ്യ മൂവ്മെന്റ്. ലോകത്തിലെ ഗ്ലോബലായിട്ടുള്ള ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മൂവ്മെന്റ് ആണ് അയോധ്യ മൂവ്മെന്റ്. ഗ്ലോബൽ ലോകത്തുള്ള ആ ഒരു സമയത്ത് അതിനുവേണ്ടി ഫണ്ട് ചെയ്യാത്ത ഹിന്ദുക്കളില്ല. ഇന്ത്യയിൽ തന്നെ ശിലാപൂജ നടക്കുന്നു, പലയിടത്തുനിന്ന് കല്ലുകൾ വരുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ജനസംഖ്യയും ഗ്ലോബലായിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയുടെയും നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്ലോബലി നടന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വലിയൊരു പോളറൈസേഷനാണ് അയോധ്യ മൂവ്മെന്റ്. അത് മോദി ഗവൺമെന്റ് അത് പുഷ് ചെയ്ത് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന് അതുണ്ടാക്കി. ഒരു കാര്യം നീ മനസ്സിലാക്കണം, അതോടുകൂടി
ഒരു ഹിന്ദു മൂവ്മെന്റ് ഇന്ത്യയിൽ നിന്നും ലോകത്തിൽ നിന്നും വൈപ്പ് ഔട്ട് ചെയ്തു. ഇനി പിന്നെ എന്തോ ഉള്ളത്? അടുത്തൊരു മൂവ്മെന്റ് നോക്കി, ഗാൻവാപ്പി. അവിടെ ടെമ്പിള്, മധുര ടെമ്പിൾ, ആ ടെമ്പിള്, ഈ ടെമ്പിള്, അവിടെ അതുണ്ടായിരുന്നു, ഇവിടെ ഇതുണ്ടായിരുന്നു. മോദിക്ക് താജ്മഹൽ പോലും ശ്രമം നടത്തി. അതിനുശേഷമാണ് മോദി ഗവൺമെന്റ് തിരിച്ചറിഞ്ഞത് ഇത് വലിയ ശല്യമാകാൻ പോകും, കാരണം ഇന്ത്യ പോലും നിലനിൽക്കത്തില്ല. അപ്പോഴാണ് സുപ്രീം കോർട്ട് പറഞ്ഞ, ആദ്യം ജസ്റ്റിസ് ചന്ദ്രചൂഡ് കാണിച്ച തെറ്റ് പിന്നീട് വന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അയോധ്യയ്ക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിന് പഴയ സ്റ്റാറ്റസ് കോ കൊണ്ടുപോയിക്കണം, അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടും ഇനിയും പാടില്ല. സി, ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ. പിന്നെ എന്ത് ഹിന്ദുത്വ മൂവ്മെന്റ് അത് ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഒരു മൂവ്മെന്റിന് ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിന് എന്തെങ്കിലും സ്ഥായിയായ സംഭവം വേണ്ടായോ? എന്ത് വേണം? ഒരു അമ്പലം പണിയുക, അതിൻ്റെയാണ് മൂവ്മെന്റ്. അത് ഉറപ്പായിട്ട് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു രാമ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ എത്രമാത്രമാണ് മെക്കയിലെ മുസ്ലിങ്ങളുടെ പ്രാധാന്യം, അവർ കൊടുക്കുന്ന പ്രാധാന്യം, അതേപോലെ എത്രമാത്രമാണ് ക്രിസ്ത്യൻസ് ബേത്ലഹേമിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇസ്രായേലിന് കൊടുക്കുന്ന പ്രാധാന്യം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റീസ്, ഇന്ത്യക്കാർക്കൊരു പ്രാധാന്യമുണ്ട്, റാം ടെമ്പിൾ. അത് കഴിഞ്ഞു. അവിടെ വന്ന് മോദി തന്നെ പ്രത്യേക പൂജയൊക്കെ നടത്തി അദ്ദേഹം തന്നെ സ്ഥാപിച്ചു. അപ്പൊ അതിന് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, പിന്നെ എന്ത് റാം ടെമ്പിൾ ആണ്? സോ അത് ഫിനിഷ്ഡായി. പിന്നെ എന്ത് മൂവ്മെന്റിന് എന്ത് കൊടുക്കും? ഈ പറയുന്ന ഗൗരക്ഷകരുണ്ട്, ഒരു 50ഓളം ഈ BJPയുടെ പോഷക സംഘടനകളുണ്ട്, ജാഗരൺ മഞ്ചുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്. ഇവർക്കൊക്കെ എന്തുവാ ജോലിയെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവർ എന്ത് ജോലി ചെയ്യും? നീ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇവർക്കൊക്കെ പണം കിട്ടുന്നുണ്ട്, ഓരോരുത്തും പോയി പണം വാങ്ങുന്നുണ്ട്, പണം പിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ പണം പിരിക്കുന്നേ? ഒരു റീസൺ വേണ്ടായോ? ഇവിടെയാണ് ബേസിക്കലി മോദി ഗവൺമെന്റിന്റെ ആന്റിസിപ്പേറ്റ് ചെയ്ത ഫോർകാസ്റ്റ് RSSന്റെ പറയേണ്ടി വന്നു. അതായത് ഹിന്ദു രാഷ്ട്രമാണ്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇനി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? അവർക്കറിയാം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകില്ല. ഒരു സാധാരണ ഹിന്ദുവിനറിയാം. ഹിന്ദു ഭരണഘടന കൊണ്ടുവരുക, അതായത് മനുസ്മൃതി കൊണ്ടുവരുക. അതാണല്ലോ ഇവർ പറയുന്നത് 200 years ബാക്ക്, 200 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഇന്ത്യ, ആ ഇന്ത്യ ആവണം. അതാണ് ഈ പറയുന്നത്. ആ ഒരു ഹിന്ദു രാഷ്ട്രമാകണം. അതിനി നടക്കില്ലെന്ന് അവർക്കറിയാം. കാരണം എവിടെ കൊണ്ടുപോയി നടത്തും? നടത്താൻ സ്പേസ് എവിടാ? നടത്താൻ ഇഷ്യൂ എവിടാ? പിന്നെ ആകെയുള്ള മുദ്രാവാക്യം ജയ് ശ്രീറാം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ദേ മാതരം. എനിക്കും അറിയാം, ഈ പാട്ട് നിനക്കും അറിയാം, നമ്മുടെ ദേശഭക്തി ഗാനമാണ്. ഈ വന്ദേ മാതരം എത്ര BJPക്കാർക്കും RSSകാർക്കും കാണാപ്പാടം ചൊല്ലാൻ അറിയാം? പല ലൈവ് ചർച്ചകളിലും വന്നിട്ട് അവര് പാടാൻ പറ്റാതെ നാണം കിട്ടുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അറിയത്തില്ല. ഇതാണ് റിയാലിറ്റി. ഇതിനകത്ത് എന്ത് നാഷണാലിറ്റി കൊണ്ടുവരാനാ? ഇത് ഓരോന്ന് കൊണ്ടുവരുവാണ്. നാഷണാലിറ്റി, അതേപോലെ ദേശീയത, ഹിന്ദുത്വം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തോ എക്സ്ട്രാ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നേ? പാകിസ്ഥാൻ്റെ അടുത്ത് വാറിന് പോയി, ഇനി ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വാർ അടുത്ത ഒരു 10-20 കൊല്ലം നോക്കണ്ട. അല്ലെങ്കിൽ അതേപോലെ ഇനി മോദി ഭരിക്കുന്ന സമയത്ത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, ഇന്ത്യ ഗവൺമെന്റ് വാറിന് പോകത്തില്ല. മോദി ഭരിക്കുവാണെങ്കിൽ, BJP ഭരിക്കുവാണെങ്കിൽ.
കാരണം പഴയ ജിയോ പൊളിറ്റിക്സ് അല്ല. നമുക്കിപ്പോ ഇത്തരത്തിലൊരു എപ്പോഴും പൊളിറ്റിക്കൽ എനിമിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഹിന്ദുത്വം അവരെ തുടക്കകാലം മുതൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന റാം ടെമ്പിൾ അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയുള്ള ഒരു ലക്ഷ്യമായിട്ടാണോ ഈ ക്രിസ്ത്യാനികളെയും അതുപോലെ മറ്റു മതന്യൂനപക്ഷങ്ങളെയും? ഞാൻ ചോദിക്കട്ടെ, ഇവര് നേരത്തെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ചേസിങ് ടു ഹണ്ട്, ചേസ് ആൻഡ് ഹണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. ബീഫ് ഇഷ്യൂ, ആ ഇഷ്യൂ, ഈ ഇഷ്യൂ. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ ഒതുക്കി. അത് റിയാലിറ്റിയാണ്. ശരിക്കും അവരെ പേടിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 30 വർഷം ഇന്ത്യയിലുണ്ടായ മാസീവ് കൺവേർഷൻ. അത് ഇവരെ ആ വിഷയത്തിൽ തൊടാൻ പോയില്ല. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമാണ് അത്. കാരണം ഇന്ത്യയുടെ ബാക്ക്വേർഡ് ഏറിയ, പ്രത്യേകിച്ച് SC-യും ST-യും പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്, അത് ബേസിക്കലി എത്രമാത്രമാണ് അപ്പർ കാസ്റ്റ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് ഏറിയയിൽ ഇവർക്ക് കൃത്യമായിട്ട് പിടികിട്ടി ഇത് അവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമാണ്. അതിനിവര് പലതും ചെയ്തു. ഗർ വാപ്പസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, പലയിടത്തും പോയി പലതും ചെയ്തു. പക്ഷേ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും 2025 ക്രിസ്തുമസ് റാലികൾ ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും പ്രശ്നമുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് പേടിയില്ല. അതാണ് ഞാൻ നേരത്തെ പല വീഡിയോ പറഞ്ഞത്, ഇന്ത്യയിൽ ഈ കൺവേർട്ടായ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ കാത്തലിക്സ് അല്ല. ഇവര് ഇവാഞ്ചലിസ്റ്റും നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ പെന്തക്കോസുകാരാ. അവര് കൂടുതൽ ഈ പറയുന്ന സംഭവത്തിലല്ല, അവര് ഹാർഡ് കോറാണ്. അവര് പേടിച്ചു മാറത്തില്ല. അടിയും പിടിയും എല്ലാവരും കൊള്ളും. ഇത്തവണ അത് കുറച്ചുകൂടി ഈ പറയുന്ന ഒരു കൾച്ചറൽ ടൗറിസം എന്നൊക്കെയുള്ള രീതിയിലാണ്. കാരണം ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പിന്നെ ആക്രമിക്കുന്ന ഒരു രീതി ഈ പിന്നെ പിന്നോക്ക മേഖലകൾ, പ്രത്യേകിച്ച് ഒഡീഷയിലൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഗാംസ്റ്റീനൊക്കെ തീട്ടവും കത്തിച്ചു വന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ കേരളത്തിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ കീഴിൽ തന്നെ വരുന്ന ചില ചർച്ചുകൾ, മംഗലാപുരത്തൊക്കെയുള്ള ചർച്ചുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഈ പറയുന്ന വിശ്വാസികളല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു മുതലാളി ആയിരുന്ന കടയിൽ ഒരു ക്രിസ്മസ് കേക്ക് വിറ്റാൽ, അതല്ലെങ്കിൽ ഒരു ജെയിൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മാൾ മുതലാളി അയാളുടെ മാളിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാൽ അതിനെ അറ്റാക്ക് ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ ഒരു തലം മാറിയതായിട്ട് തോന്നും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ. അതെ, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത്, ഇവർക്ക് ഒബ്ജക്റ്റീവ് ഇല്ലാതായി. എന്ത് ചെയ്യണം? ഈ പശുവിനെ തടച്ചിലും ബീഫും സംഭവം അതിന് പ്രാധാന്യം ഇല്ലാതായി. അതാരും കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ല, അതിനൊരു ന്യൂസൻസ് വാല്യൂ കൂടി. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ സൈലൻ്റായി. അവർക്ക് എവിടെയും പ്രാതിനിധ്യവും കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. ഇവർ അപ്പോഴാണ് ഇവർ കയറി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൺവേർഷൻ, മതപരിവർത്തനം എന്ന സംഭവം കയറി പിടിക്കുന്നത്. ഇപ്പോഴാണ് ഇവർ മനസ്സിലായത് അതിനകത്ത് കൗണ്ടർ പ്രോഡക്റ്റീവ് ഉണ്ടായി ഭീം ആർമി. നമുക്കറിയാം ഈ ഭീം ആർമിയുടെ ചന്ദ്രശേഖരമായിട്ട് പറഞ്ഞു UP ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ ഉള്ളൂ അവർക്ക് സ്വാധീനം. ഇപ്പം അയാളുടെ പാർട്ടിയായിരുന്നു വേറെ ഈ ഭീമിന്റെ പേര് മാത്രം മറ്റു പല ആൾക്കാരായി. ഛത്തീസ്ഗഡിൽ അങ്ങനെ സ്ട്രോങ് ആയത് ഈ പറയുന്ന പെന്തക്കോസ് പള്ളിയോട് ആരാധന നടക്കുക, അവരാണ് പോയി വടിയും കുത്തുമായിട്ട് നിൽക്കുന്നത്. ആരാണ് ഇവരെ വളർത്തിയത്? അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ദളിത് ബാക്ക്വേർഡ് ക്ലാസ്സിനെ അവർ പിന്തിരിപ്പിക്കുക, അവിടെ പോകരുത്. ആരാ ഇത് ചെയ്ത്? അവരെ തന്നെ ചെയ്ത്. ഇതൊരു കൗണ്ടർ പ്രോഡക്റ്റ് ഉണ്ടായി. അതേപോലെ RSSനെ ബാൻ ചെയ്യാൻ വേണ്ടി അവർ പ്രകടനം നടത്തിയില്ലയോ? ഇന്ത്യയിൽ RSSനെ ബാൻ ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്? ഇല്ല. അതോ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി നാഗ്പൂരിന്റെ മുമ്പിൽ കൊണ്ട് പ്രകടനം നടത്തി? മനസ്സിലാക്കുക എവിടുന്ന് എങ്ങോട്ടാ ഇത് പോയത്. അപ്പൊ ഇതിൽ തന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ മാൾ ആക്രമിക്കുക, അങ്ങനെയുള്ള ഈ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത് കൂടുതൽ തുടങ്ങി. ഇപ്പൊ ഡൽഹിയിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ നഗരങ്ങളിലല്ല, നമുക്കറിയാം ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് കടുത്ത വിന്റർ സീസൺ ആണ്. അപ്പൊ പൊതുവെ ഈ വിന്റർ സീസണിൽ ഇവർക്ക് കച്ചവടം നടക്കുക എന്നൊക്കെ ഭയങ്കര കുറവാണ്. കാരണം ആൾക്കാരൊന്നും പുറത്തു വരുവോ, ഇത്തരത്തില് ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല്
ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ, അല്ലെങ്കിൽ അവിടെ അതൊരു വാണിജ്യ ഫെസ്റ്റിവലായി വന്നപ്പോഴാണ് ഈ മാളുകളിലൊക്കെ കച്ചവടം കൂടിയത്. പപ്പുകളിലൊക്കെ ആള് പോകാൻ തുടങ്ങി. നേരത്തെ ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ദീപാവലിക്ക് ഒരു സെയിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ സമ്മർ സെയിൽ തുടങ്ങണം, അത്രയും നല്ല കച്ചവടം ഇല്ല. അപ്പൊ അതിനൊക്കെയാണ് ഇവർ കയറി ആക്രമിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ പറയുന്ന നമുക്കറിയാം ഹിന്ദുത്വ കോർപ്പറേറ്റ്സ് ഉണ്ട്, ഇവർക്ക് പൈസ കൊടുക്കുന്നു. അവർക്ക് ഒരു നഗരത്തിലേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? ഇവർ അക്രമം നടത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹിന്ദുത്വക്ക് തന്നെ ഫിനാൻസ് ചെയ്യുന്ന ആളുകളുടെ സ്ട്രക്ചറിൽ തന്നെയാണ് ഇവർ കയറി ആക്രമിച്ചത്. അതാണ് ഇതിന്റെ ബേസിക്കലി ഇപ്പം ഇന്ത്യയിലെ ഇപ്പം ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇന്ത്യയിലെ ബിസിനസ്സുകാര്. ഈ സിറ്റികൾ എന്ന് പറയുന്നത് ബേസിക്കലി ബിസിനസ്സാണ്. കാരണം അവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് ബേസിക് ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പം റീറ്റെയിൽ മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ കോടികളുടെ ബിസിനസ്. അതെ, റീറ്റെയിൽ മേഖല. അപ്പം ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഇതേപോലെ മോളിൽ കയറി ആക്രമിക്കുന്നു, റായ്പൂരില് അതേപോലെ വടിയായിട്ട് കുന്തമായിട്ട് ഇതേപോലെ സാന്റാക്ലോസിനെ ഓടിക്കുന്നു. ഇത് പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ആരെയാ ബാധിക്കുന്നത്? ഹിന്ദു കമ്മ്യൂണിറ്റിയെ, ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയെ ബാധിക്കും. കാരണം അവൻ ഇങ്ങനെ നോക്കിയിരിക്കും ഒരു സീസൺ വരാൻ വേണ്ടി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ക്രിസ്ത്യൻ വിശ്വാസികളൊന്നും അല്ലെങ്കിൽ കടക്കാര്, അവരൊരു സാന്താക്ലോസും ഒരു ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ച് കഴിഞ്ഞ് അതിനകത്തൊരു കച്ചവടമുണ്ട്. ഇത് ബേസിക്കലി ഡൽഹിയിൽ ഞാൻ 30 വർഷമായി. ഞാൻ വന്ന സമയത്തൊന്നും ഞാനിത് കണ്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഡൽഹിയിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സംഭവമായിട്ട് ഡൽഹിയുടെ ന്യൂക്കാൻ കോർണറിൽ ഈ സംഭവങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. ഞാൻ വന്നത് ഡിസംബർ 15 തുടങ്ങി കഴിഞ്ഞാൽ ന്യൂ ഇയർ വരെ. അതെ, ഇപ്പൊ ആളുകളുടെ വീടുകളൊക്കെ ഇലൂമിനേറ്റ് ചെയ്യും, അത് ചെയ്യും, ട്രീ വെക്കും. ഇപ്പൊ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ആകെ എനിക്ക് 1-2 ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ജിങ്കിൾ ബെൽസോ അതും ഇതൊക്കെ വെച്ച് ഇത് വലിയ സംഭവം. ഇവിടെ അവിടുത്തെ എല്ലാവരും കൂടെ കൂടി അവര് പാട്ടും ബഹളവും. ഇവർക്കൊന്നും ബേസിക്കലി ഇതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്നത് ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ, അത് ഗ്ലോബലായിട്ട് ഞങ്ങളും കൂടെ ഒത്തുചേരുന്നു, അതേ ഉള്ള അതിൻ്റെ അർത്ഥം. കാരണം ഈ പിള്ളേരൊക്കെ പഠിച്ചതും കാരണം സിറ്റിയാ, ഈ പറയുന്ന ക്രിസ്ത്യൻ സ്കൂളുകളിൽ, ഇവരുടെ പേരൻസും പഠിച്ച ക്രിസ്ത്യൻ സ്കൂളുകളിൽ. അപ്പോൾ അവർക്ക് എന്തുവാണ് ക്രിസ്ത്യൻസ് എന്നും കാത്തലിക്സ് എന്നും നൺസും എന്താണ് ജീസസ് ക്രൈസ്റ്റ് എന്നും ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ അറിയാം. ബേസിക് നോളജ് ഉണ്ടായിരിക്കും. ഇവർക്ക് ക്രിസ്ത്യൻ പ്രെയറും അറിയാം. അതവരെ പഠിപ്പിക്കുന്ന അവരങ്ങ് പഠിച്ചു പോകുന്നതാ. ചെറുപ്പം മുതൽ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നു പോകുന്നതാ. അന്ന് അവരോട് ചോദിച്ചാൽ ഈ കൊച്ചുകുട്ടികളുടെ ഹനുമാൻ ചാലിസ ചൊല്ലാൻ പറഞ്ഞ അവൻ അറിയത്തുമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം ഞാനിത് കാണുന്നു. കാരണം അവരൊരു വെസ്റ്റേൺ കൾച്ചറിലോട്ടാണ് ഇവർ കോപ്പി ചെയ്യുന്നത്. അപ്പം അവരോട് ഇത് മാറ്റി ഇനി നിങ്ങൾ ഹിന്ദി പഠിച്ചാൽ മതി. കാരണം സിറ്റി പോപ്പുലേഷനാണ് BJPക്ക് വോട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞ് ഇനി ഹിന്ദിയിലോട്ട് പോകാൻ? ആരും മൈൻഡ് ചെയ്തില്ലല്ലോ. കാരണം അവർക്കറിയാം ഹിന്ദി പഠിച്ച ഗ്ലോബലായിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല, എവിടെയും ഇന്ത്യ പോലും ജോലി കിട്ടുന്നത്. മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള വലിയ നഗരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചടിയുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഏകദേശം 6-7 മാസം ഉള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു 10% ഒരു ഹിന്ദി അറിയത്തില്ല. റിയാലിറ്റി. കാരണം ഈ ഊബറിലാണെങ്കിലും അതേപോലെ തന്നെ സ്വിഗ്ഗിയിലാണെങ്കിലും സൊമാറ്റോയിലാണെങ്കിലും നമ്മൾ ഫുഡ് ഓർഡർ, അതാണ് സ്ഥിതി. അതായത് അവർക്ക് അവരുടെ കന്നഡയാണ് ഏറ്റവും, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഒന്നും അറിയാത്തവനും എന്തെങ്കിലുമൊക്കെ പറയുന്ന കന്നഡക്കാർ പറഞ്ഞ ഇംഗ്ലീഷ്. കാരണം ബാംഗ്ലൂര് ഇപ്പൊ ചർച്ച് സ്ട്രീറ്റിലും ബ്രിഗേഡിലും നമ്മൾ വെറുതെ നടക്കുവാണെങ്കിൽ, ചെറിയ ഈ കോളേജ് പഠിക്കുന്നവരൊക്കെ നടക്കുവാണെങ്കിൽ ഇവര് പറയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാ. കന്നഡ ഇംഗ്ലീഷും ഒക്കെ ചേർത്തിട്ട് ഇവര് ഹിന്ദി ഇവർക്ക് താല്പര്യമില്ല. എന്താ BJP ഭരിക്കാത്ത സ്റ്റേറ്റ് ആണോ? അല്ല, അവർക്ക് മനസ്സിലാവും. അതാണ് ബാംഗ്ലൂരിന്റെ പ്രത്യേകത. അത് റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം ചെന്നൈ പോവുക, അവിടെ നമുക്ക് ഹിന്ദി പറയാൻ പറ്റൂ. ഇതൊക്കെ റിയാലിറ്റിയാണ്. അപ്പം മുംബൈ ആണെങ്കിൽ ആ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. മറാത്തി അത് ഹിന്ദി പറഞ്ഞ അടി കിട്ടും.
അപ്പൊ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? ഒരാളിപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നു, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് പഠിക്കുന്നു, അവരത് പഠിക്കട്ടെ, അവൻ രക്ഷപ്പെടട്ടെ. അതിനകത്ത് ഹിന്ദിയെ തിരിച്ചു കൊണ്ടുവരണം, അതിങ്ങനെ ആവണം, ഇതൊന്നും നടക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ബാക്ക്ലാഷ് ബാക്ക്ഫയർ ചെയ്തു പോയി. അപ്പം അടുത്ത ടോപ്പിക്കിലോട്ട് കയറി വരികയാണ്. ഇതൊക്കെ ബേസിക്കലി സംഘപരിവാറിന്റെ അജണ്ടയാണ് ഹിന്ദി. അതായത് നമ്മളത് പറയുമ്പോൾ മനസ്സിലാക്കണം, അതുമായി ബന്ധപ്പെട്ട സംഘപരിവാറിന്റെ ഈ തമിഴ്നാട്ടിലുള്ളവർക്കും കർണാടകയിലുള്ളവർക്കും ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള എത്ര പേർക്ക് ഹിന്ദി അറിയാം? എത്ര പേർക്ക് ഹിന്ദി അറിയാം? ഇതൊക്കെയാണ് സത്യം പറഞ്ഞ അട്ടർ നോൺസെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ഫൗണ്ടേഷൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജിന് പ്രശ്നമാക്കരുത്. ഇനി അവർക്ക് ഹിന്ദി പഠിപ്പിക്കണമെങ്കിൽ വേറെ എത്രയോ ഓപ്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. അതിനകത്ത് എന്തുവിനെ ഈ പറയുന്ന സംഭവം, ഹിന്ദി സിനിമ കണ്ട ആൾക്കാർ ഹിന്ദി പഠിക്കുന്നേ ഏറ്റവും കൂടുതൽ. പിന്നെ ജീവിക്കാനായിട്ട് നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഹിന്ദി പഠിക്കേണ്ടി വരും, അങ്ങ് പഠിച്ചോളൂ. അതേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ വെച്ച് പല ഗുജറാത്തികളെയും കണ്ടിട്ടുണ്ട്. അവർ ചെറുപ്പത്തിൽ അവിടെ കയറി വന്ന് അവർക്ക് അറിയാവുന്ന 2 ഭാഷയേ ഉള്ളൂ. ഒന്ന് ഗുജറാത്തി അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഒരു കാര്യം ഞാൻ ജിബിനെ നിന്നോട് പറയാം, ഞാൻ പരിചയപ്പെട്ട ഒരു 60-65 വയസ്സ് കഴിഞ്ഞ ഗുജറാത്തിക്ക് ഒരുത്തന് പോലും ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല. അവന് സംസാരിക്കാനേ അറിയത്തുള്ളൂ. ഇത് സത്യമായത്. കാരണം അവനിപ്പോ എഴുതേണ്ട ആവശ്യമില്ല, സംസാരിച്ചാൽ മതി. അവന് അറിയത്തില്ല, പക്ഷെ അത് നല്ല അമേരിക്കൻ അക്സന്റിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇതാണ് സത്യം. അപ്പൊ ഞാൻ നേരത്തെ സാറ് പല വീഡിയോകളും ഇതിന്റെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ബാക്ക്ലാഷ് ചെയ്യാൻ, ഏത് രീതിയിലാണ് ഇത് എഫക്ട് ചെയ്യാനുള്ള കാര്യം ഒരുപാട് സംസാരിച്ചു. ഞാനിപ്പോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, ഇത് ഇന്ത്യക്കകത്ത് തന്നെ അല്ലെങ്കിൽ സംഘപരിവാറിനകത്ത് തന്നെ ഇത് പിന്നെ ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്? കാരണം നമുക്ക് നേരത്തെ അറിയാം, ഇപ്പം ഇവിടെയുള്ള കൂടുതൽ ആളുകളും ഈ പശുവിന്റെ മൂത്രമൊക്കെ ഉപയോഗിച്ച് ചികിത്സ നടത്താതെ കോവിഡിന്റെ വാക്സിൻ ചെയ്തത് കൊണ്ടും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് മോദിജിയുടെ ചിത്രമുള്ളതുകൊണ്ടാണ് അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു. ഹിന്ദുത്വ എലമെന്റ്സിനിടയിൽ വളരെ ഇമ്പാക്ട് ഉണ്ടായിരുന്ന നേതാവായിരുന്നു മോദി. ഇപ്പൊ മോദി ചർച്ചിൽ പോയതിന്റെ വീഡിയോയുടെ അടിയിൽ പോലും ചില തീവ്ര ഹിന്ദുത്വ വിശ്വാസികൾ വന്നിട്ട് മോദിജി നിങ്ങളിങ്ങനെ ചെയ്ത് ശരിയായിട്ടാ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. അതായത് ഇവര് അഴിച്ചുവിട്ടിരിക്കുന്ന ഈ എലമെന്റുകൾ ഇവരെ തന്നെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന രീതി, അതായത് ഹിന്ദു താലിബാനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഫേസ് അങ്ങ് മാറി. ഇന്ത്യക്കാലത്ത് തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായി. ജീവനെ ഇതൊരു ഭൂതത്തെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇത് മോദിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, RSSന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഭൂതത്തെയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്റ് വിങ് എലമെന്റ് ഉണ്ട്, അതായത് ബുദ്ധിജീവികളുണ്ട്. ഇപ്പൊ ആനന്ദ് രംഗരാജൻ അയാൾ പറയുന്ന മോദിയും RSS ശരിയല്ലെന്നാ പറയുന്നത്. അവർക്ക് തീവ്രത പോരാ. അവര് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിലെ പലതും, അതായത് ഇന്ത്യയുടെ പെട്ടെന്ന് 11 വർഷം കൊണ്ട് എന്ത് മോദി ചെയ്തെന്ന് അയാൾ ചോദിക്കുന്നത്. RSS ഒന്നും ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ബേസിക്കലി അയാളുടെ രീതിയിൽ അയാൾക്കൊക്കെ അജണ്ടയുണ്ട്. അവൻ പഠിച്ച പോലും പുറത്താ, വിദേശത്ത് പഠിച്ച. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്കൊരു അജണ്ടയുണ്ട്. അവര് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യ 200 വർഷം പുറകിലോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് മനുസ്മൃതി കൊണ്ടുവരുന്നില്ല. ഭരണഘടന മാറ്റണം, മനുസ്മൃതി കൊണ്ടുവരണം. അതായത് അപ്പർ കാസ്റ്റ് ആയിരിക്കണം, റിസർവേഷൻ എടുത്ത് കളയണം. ഇവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങി, റിസർവേഷൻ എടുത്ത് കളയണം, ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഇല്ലാതാക്കണം. അത് ഡയറക്റ്റ് ആയിട്ടല്ല പറയുന്നത്. റിസർവേഷൻ കളയണം എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്തുവാ? ഉദ്ദേശം എന്താ? വളരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ ട്വിറ്ററിലൊക്കെ മൂവ്മെന്റ് ആയി തന്നെ വിസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് നിൽക്കുക. അതേപോലെ ചില സ്വാമിമാരെ ഉണ്ടാക്കിയിട്ട് ചില പട്ടാളത്തിൽ റിട്ടയർ ചെയ്ത ചില ആൾക്കാർക്ക് അവർക്ക് ദിവസവും യുദ്ധം ചെയ്യണം.
ഈ ഒരു ദിവസമല്ല, ഡെയിലി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. പട്ടാളത്തിൽ റിട്ടയർ ആയിട്ടോ ചിലവന്മാർ പറയുന്നത് ചാനലിൽ ദിവസവും വാർ ചെയ്യണം. ഇപ്പം ഇന്ന് എങ്ങാണ്ട് റിപ്പബ്ലിക് ചാനലിനകത്ത് മറ്റേ അർണബ് ഗോസ്വാമിയുടെ ചാനലിനകത്ത് JD പക്ഷി പറയോ, ബംഗ്ലാദേശിലെ മറ്റേ ചിക്കൻ നെക്ക് ഇപ്പം പിടിച്ചത് എലിഫന്റ് നെക്കാക്കണം പറയുക. ഇതേപോലെ ആൾക്കാർ തള്ളിവിടുക. ഒരു വാറുണ്ടായി കഴിഞ്ഞ് ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ വരുന്നു, ചിക്കൻ നെക്ക് പിടിക്കാൻ നേരത്തെ ഇന്ത്യക്ക് 48 hours മതിയായിരുന്നു. ബംഗ്ലാദേശ് ഇപ്പൊ അത് പറയുന്നത് 72 hours പിടിക്കാൻ പറ്റരുത്. കാരണം അവിടെ സിവിലിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാം ബംഗ്ലാദേശികൾ. അപ്പൊ ഒരു ഇന്ത്യ ഒരു സെൻസിറ്റീവ് ടൈമിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അതായത് ഞാനൊരു കാര്യം ദിവസം പറയാം, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മോദി ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അകത്ത് വലിയ ഗ്രോത്താണ് കൊണ്ടുവന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യക്ക് ഒരു ഹോപ്പും പ്രതീക്ഷയും തന്നു. പക്ഷെ മൂന്നാമത്തെ ടൈം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായേക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പുള്ളിക്ക് അങ്ങ് ചലഞ്ചുകളാണ്. ഒന്ന് ട്രംപുമായിട്ട് അടിച്ചു പിരിഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പ്രശ്നമായി, റഷ്യ ക്രൂഡ് മേടിച്ച പ്രശ്നം, എന്തൊക്കെയോ പ്രശ്നമായി. അവസാനം ഏറ്റവും വലിയ ത്രെട്ട് സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് RSS. അവരും അവരുടെ ഒരു അതിതീവ്ര വിഭാഗം, അവർക്ക് മോദിയെയും കൂട്ടരെയും ഇപ്പം ഒരു കാരണവശാലും കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. രാജീവ് ചന്ദ്രശേഖരന് മറ്റേ ആ ex-DGPയെ കൊണ്ടുവരണം താല്പര്യമുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറയാം. അതിനുവേണ്ടി അയാൾ ഡൽഹി വന്നു. പക്ഷെ RSS, അതായത് മുരളീധരനും സുരേന്ദ്രനും, അവർക്ക് RSSുമായിട്ട് ബന്ധമുണ്ട്. ഇയാൾക്ക് RSSുമായിട്ട് ബന്ധമില്ല. ജോയിൻ ചെയ്ത ഇയാൾ കോർപ്പറേറ്റ് അല്ലായിരുന്നോ? അയാളെ വെട്ടി, അതായത് അയാളുടെ തീരുമാനം എടുത്ത് ഒടിച്ചിട്ട് ദൂരെ കളഞ്ഞു. അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. അതേപോലെ തന്നെ വലുതായിട്ട് നമ്മൾ പ്രകീർത്തിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ, ഇപ്പോഴാണ് സംഭവം വരുന്നത്, പാർലമെന്റ് ഇലക്ഷനേക്കാളും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനേക്കാളും വോട്ട് ഷെയർ കുറഞ്ഞു. അത് മാത്രമല്ല, RSSന് എന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, അതുപോലെ കൊടുങ്ങല്ലൂരുമായി ചേർന്ന് അമ്പലമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ RSSന്റെ സ്ട്രോങ് ഹോൾഡ്. പാലക്കാട് അല്ല, ഞാൻ പറഞ്ഞ ഇത് പ്രത്യേകിച്ച് RSS വളരെ കാലം മുമ്പ് തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു സാധനമായിരുന്നു. പൂർണ്ണമായിട്ട് പോയി. ബേസിക്കലി അതാണ് ഇതിനകത്ത് ഒരു ഈ പൊളിറ്റിക്കൽ പാർട്ടി, ഇത് കേഡർ പാർട്ടിയാണ്. ഇതിനകത്ത് RSS എന്ന് പറയുന്ന സ്ട്രോങ് ഹോൾഡ്, അതിൻ്റെ അകത്തുള്ള പല എലമെന്റ്സ് ഉണ്ട്. ഇവര് ചില ആൾക്കാർ പറയുന്നത് ഫ്രിഞ്ച് എലമെന്റ് എന്ന് പറയും, മറ്റു പറയും സമിതി, ഈ സമിതി എന്നൊക്കെ പറയും. ഒരു കാര്യം വളരെ കൃത്യമാണ്, മോദിയെ താഴെ ഇറക്കുന്നത് കോൺഗ്രസ് ആയിരിക്കത്തില്ല. അതിനുള്ള കേപ്പബിലിറ്റി ഒന്നും ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഒന്നുമില്ല. അയാളെ താഴെ ഇറക്കാൻ പോകുന്ന BJPക്കകത്ത് RSS തന്നെയായിരിക്കും. കാരണം ഇതേപോലെയുള്ള ഇൻസിഡന്റ്, ക്രിസ്ത്യൻസിനെതിരെയുള്ള ഇൻസിഡന്റ്, നേരത്തെ മുസ്ലിംസിന്, ഇത് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേരുദോഷമുണ്ട്. പേരുദോഷം എന്ന് പറയുന്നത് ഇനിയും മോദിക്ക് എല്ലായിടത്തും പോയി ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ഇവിടെ ജാതിയില്ല മതമില്ല, എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം, അതിൻ്റെ പേരിൽ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. ആ ഒരു സമയത്ത് ഈ അവസാനം ഒരു വീഡിയോ ഇട്ടേക്കാം, എങ്ങനെയാണ് ഒരു സാന്താക്ലോസ് അടികൊണ്ട് ഓടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ചിന്താഗതി, എങ്ങനെയാണ് ക്രൈസ്തവർ ജീവിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞത്, അതായത് ലോകം മുഴുവനും വലിയ അതിശയത്തോടാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ ഈ ഓട്ടമായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.